ഹായ് ZDTH ഒരു സാധാരണ സിനിമാ പ്രേമിയുടെ ഫിലിം റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. ഒരു റൊണാൾഡോ ചിത്രം, റൈറ്റർ ഡയറക്ടർ റിനോയ് കല്ലൂർ, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഡയറക്ടോറിയൽ വെഞ്ചറാണ്, ആദ്യത്തെ ഫീച്ചർ ഫിലിമാണ്. ഇതിൽ അഭിനയിക്കുന്നത് അശ്വിൻ ജോസ്, ഹന്ന രജി ഘോഷി, മിഥുനം ദാസ്, വർഷ സൂസന കുര്യൻ, ചൈതന്യ പ്രകാശ് എന്നിവരാണ്. കൂടാതെ ഇന്ദ്രൻസും ലാലും ഉണ്ട്. ഇതൊരു പ്രത്യേക തരത്തിലുള്ള സിനിമയാണ്. ഒരു മെറ്റാ ഫിലിം എന്ന് പറയാൻ പറ്റില്ല എങ്കിലും വളരെ അധികം ക്ലോസ് ടു മെറ്റാ ഫിലിം എന്ന് പറയാൻ പറ്റും. വളരെ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള പടമാണ്. 2.25 മണിക്കൂറുണ്ട് പടം എങ്കിലും അതെ, അതൊരു ഡ്രോബാക്കായിട്ട് തോന്നി എനിക്ക്. ഞാൻ അതിലേക്ക് തിരിച്ചു വരാം. ഇതിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ, പൊതുവെ ഇൻസെപ്ഷനിലൊക്കെ പോലെ ഒരു സിനിമയ്ക്ക് ഒരു സ്വപ്നത്തിനകത്ത് സ്വപ്നം എന്നൊക്കെ പറയുന്ന കണക്ക് ഇതിൻ്റെ അകത്തൊരു സിനിമയുടെ അകത്തൊരു സിനിമ എന്നൊക്കെ പറയുന്നത് പോലെ ഇതിൻ്റെ അകത്ത് സിനിമയുടെ അകത്ത് ഒരു ഷോർട്ട് ഫിലിമിൻ്റെ അകത്ത് ഒരു ഷോർട്ട് ഫിലിം എന്നൊക്കെ പറയുന്നതൊക്കെയാണ് ഈ സിനിമ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു സിനിമയല്ല, പല പല സിനിമകളുണ്ട്. പല പല ഷോർട്ട് ഫിലിംസ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അത് എക്സ്പെരിമെൻ്റൽ രീതിയിൽ നോക്കുമ്പോൾ വളരെ അഭിനന്ദനാർഹമാണെങ്കിലും കുറേ കാര്യങ്ങൾ അത് വർക്കൗട്ട് ആയില്ല എന്ന് തോന്നി എനിക്ക്. കാരണം തുടക്കം ഇതൊരു മെയിൻ തീം എന്ന് വെച്ചാൽ ഒരു സ്ട്രഗ്ലിംഗ് ഡയറക്ടറാണ്, ഒരു സ്ട്രഗ്ലിംഗ് ഒരു ഫിലിം മേക്കർ ആവാൻ നോക്കുന്ന ഒരു സ്ട്രഗ്ലിംഗ് ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ്. അതാണ് അശ്വിൻ ജോസ് എന്ന കഥാപാത്രം. ഇതിൽ അപ്പം അശ്വിൻ ജോസിൻ്റെ കഥാപാത്രം ഒരു ഫിലിം ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നു. അങ്ങനെയാണ് ഈ പടം തുടങ്ങുന്നത്. അപ്പോൾ അതിലൂടെ ആദ്യം എന്ന് വെച്ചാൽ ഈ മത്സരത്തിന് 2-3 ഷോർട്ട് ഫിലിംസ് ഉണ്ട്. ആ 2-3 ഷോർട്ട് ഫിലിംസ് നമ്മളെ കാണിക്കുന്നുണ്ട്. സങ്കീർത്തനം എന്ന് പറഞ്ഞിട്ടൊരെണ്ണം, പിന്നെ വസൂരി എന്ന് പറഞ്ഞൊരെണ്ണം, മൂന്നാമത്തത് മൈ ബാൽക്കണി എന്ന് പറഞ്ഞ ഒരെണ്ണം. അങ്ങനെ ഞാൻ സ്പോയിലേഴ്സ് ഒന്നും പറയുന്നില്ല, പേടിക്കണ്ട. ഞാൻ ഇതിൻ്റെ ഒരു പ്ലോട്ട് നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഈ സങ്കീർത്തനം എന്നുള്ള ആ ഫസ്റ്റ് ഷോർട്ട് ഫിലിം കാണിക്കുമ്പോൾ നമ്മളങ്ങ് മടുത്തു പോകും. കാരണം ഇത് എന്തോ ഈ കാണിക്കുന്നത് എന്നുള്ള രീതിയിലാവും. കാരണം പിന്നെ നമുക്ക് മനസ്സിലാവും, ഒരു 5 മിനിറ്റ് മനസ്സിലാവും ഇതിൽ മനഃപൂർവ്വം ഇത് മോശമായിട്ട് കാണിക്കുന്നതാണ്. കാരണം ആദ്യത്തെ ഷോർട്ട് ഫിലിം മോശമാണ്, കുറച്ച് മോശമാണ്, രണ്ടാമത്തെ അതിനേക്കാൾ ബെറ്ററാണ്, മൂന്നാമത്തെ വളരെ ബെറ്ററാണ് എന്ന രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ എനിക്ക് ഒരു കാണി എന്ന നിലയിൽ, ഒരു ഓഡിയൻസ് എന്ന നിലയിൽ എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് കാണണമല്ലോ. പക്ഷേ ഇപ്പം അവർ മോശമായിട്ട് കാണിക്കുന്ന ഷോർട്ട് ഫിലിം ആണെങ്കിലും അതിരുന്ന് കാണണമല്ലോ. അപ്പം അതൊരു കഠിനമായ സംഭവമായിട്ട് തോന്നി. അല്ലെങ്കിൽ അതിൻ്റെ ലെങ്ത്ത്, ഈ ഷോർട്ട് ഫിലിംസ് എല്ലാത്തിൻ്റെയും ലെങ്ത്ത് വളരെ കുറയ്ക്കാമായിരുന്നു എന്ന് തോന്നി. തേർഡ് ഷോർട്ട് ഫിലിം ഇൻ്റലിജൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. എങ്കിലും ആ പെണ്ണ് എന്തുകൊണ്ടാണ് ഓടിപ്പോയി എന്ന് എനിക്കറിയത്തില്ല. ഓട്ടപ്പോയാലും മതിയായിരുന്നു. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ മനസ്സിലാവും. അങ്ങനെ പക്ഷേ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് തേർഡ് ഷോർട്ട് ഫിലിം പ്രത്യേകിച്ച് പിടിച്ചിരിക്കുന്നത്. മൈ ബാൽക്കണി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം പിടിച്ചിരിക്കുന്നത്. അത് മനഃപൂർവ്വം നല്ലപോലെ ചെയ്തിരിക്കുക തന്നെയാണ്. കാരണം അതാണ് നമുക്കത് തോന്നാൻ, നമുക്ക് ആ പടം, ആ ഷോർട്ട് ഫിലിം ഇഷ്ടപ്പെടാൻ വേണ്ടി തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും, ഈ ഡയറക്ടറിൻ്റെ ഒരു പോക്ക് മനസ്സിലാവും, ഈ നമ്മുടെ റിനോയ് കല്ലൂറിൻ്റെ ഒരു പോക്ക് മനസ്സിലാവും. റിനോയ് കല്ലൂർ എക്സ്ട്രീംലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആളാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം പുള്ളിയുടെ തോട്ട് പ്രോസസ്സ്, പുള്ളിയാണ് ഇതിൻ്റെ റൈറ്റർ, പുള്ളിയുടെ ആ ഒരു തോട്ട് പ്രോസസ്സ് അല്ലെങ്കിൽ പുള്ളി ചിന്തിക്കുന്ന രീതി, പുള്ളി സിനിമയെ കാണുന്ന രീതി, ഈ സിനിമയെ പുള്ളി എൻവിഷൻ ചെയ്തിരിക്കുന്ന രീതി ഒക്കെ അതിമനോഹരമായിട്ട് തോന്നി. തോട്ട്ഫുൾ ആണ്, ഇൻസൈറ്റ്ഫുൾ ആണ്, ഒരുപാട് ഇന്നോവേറ്റീവ് ഐഡിയാസ് ഉണ്ട് ഈ പടത്തിൽ. പക്ഷേ ഈ പടത്തിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ, കുഴപ്പമല്ല, ഇതൊരു ലോ ബഡ്ജറ്റ് പടമാണ്. അപ്പം അതിൻ്റേതായ ബാക്കി പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. അപ്പം നല്ല ആക്ടേഴ്സിനെ കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ വളരെ എക്സ്പീരിയൻസ് ഉള്ള ആക്ടേഴ്സിനെ കിട്ടണമെന്നില്ല, കുറേ അൺഎക്സ്പീരിയൻസ് ആക്ടേഴ്സിനെ കൊണ്ടുവരേണ്ടി വരും. പിന്നെ ഓബ്വിയസ്ലി ഇതിൻ്റെ എല്ലാ ഫ്രീഡംസ് അവർ എടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് കുറ്റപ്പെടുത്താൻ കൂടുതൽ പറ്റത്തില്ല. കാരണം ഇതൊരു ഷോർട്ട് ഫിലിം ആണെന്ന് കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമിൻ്റെ അകത്തുള്ള കാര്യമാണെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തുള്ള കുറേ ലിബർട്ടി, ഒരുപാട് ക്രിയേറ്റീവ് ലിബർട്ടി, ക്രിയേറ്റീവ് ഫ്രീഡം റിനോയ് കല്ലൂരിനെ എടുത്തിട്ടുണ്ട്. ദാറ്റ് ഇസ് ഇൻ്റലിജൻറ്റ് ഓഫ് ഹിം. അതായത് അങ്ങനെ ചെയ്തെടുത്തിരിക്കുന്നത് പുള്ളി ഒരു ബുദ്ധിമാനായതുകൊണ്ട് കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ 3 ഷോർട്ട് ഫിലിംസ് കഴിഞ്ഞിട്ട് പിന്നെ ഓൾമോസ്റ്റ് ഒരു ഫീച്ചർ ഫിലിം പോലെ രീതിയിൽ ഒരു ഫിലിം കൂടെ കാണിക്കുന്നുണ്ട്. ഈ സിനിമയ്ക്കകത്ത് തന്നെ ഉള്ള കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. നമ്മൾ കാണുന്ന ഓരോ റൊണാൾഡോ ചിത്രം സിനിമയ്ക്കകത്ത് തന്നെ ഒരു 3 ഷോർട്ട് ഫിലിമും ഒരു ഓൾമോസ്റ്റ് ഒരു ഫീച്ചർ ഫിലിം പോലത്തെ ഒരു പടവും കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ ബെറ്റ് എന്ന് വെച്ചാൽ, ഈ ഫീച്ചർ ഫിലിമിൻ്റെ അകത്തുള്ള ഈ ഫീച്ചർ ഫിലിം കാണിക്കുമ്പോൾ അത് ക്ലിക്ക് ആവണം.
അത് ഏറെക്കുറെ ക്ലിക്കായിട്ടുണ്ട്. പക്ഷേ അതിന് കുറേ ഡ്രോബാക്സ് ഉണ്ട്. വീണ്ടും നേരത്തെ പറഞ്ഞ ലോ ബഡ്ജറ്റിൻ്റെ കാര്യങ്ങളായിരിക്കാം. അപ്പോൾ അവർക്ക് ആം, കൂടുതൽ റിസോഴ്സ് ഇല്ലാത്തതിൻ്റെ ആയിരിക്കാം അതങ്ങ് ഫുള്ളി ഏറ്റില്ല. എങ്കിലും എങ്കിലും അതിൻ്റെ ഈ ഫീച്ചർ ഫിലിമിനകത്തുള്ള ഈ ടോമി എന്ന് പറയുന്ന ഫീച്ചർ ഫിലിമിന് ഒരു നല്ല ക്ലൈമാക്സ് ഒക്കെ ഉണ്ട്. ഒരു തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ തോട്ട്ഫുൾ ആയിട്ടുള്ള ക്യാപ്റ്റിവേറ്റിംഗ് ആയിട്ടുള്ള ക്ലൈമാക്സ് ഉണ്ട്. അതുകൂടാതെ ഈ പടത്തിന്, അതായത് ഒരു റൊണാൾഡോ ചിത്രം എന്ന് പറയുന്ന ഈ ഫീച്ചർ ഫിലിം, നമ്മൾ കാണാൻ പോയ ഈ ഫീച്ചർ ഫിലിമിന് ഒരു ഉഗ്രൻ ക്ലൈമാക്സും ഉണ്ട്. സംഭവം വെച്ചാൽ നിങ്ങൾ പേഷ്യൻ്റ് ആയിട്ട് ഒരു 2.5 മണിക്കൂറിനോട് ചിലവഴിക്കണം. അരമണിക്കൂറാണ് ഒരു 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 സിനിമ നമ്മൾ ശരിക്കും കാണുന്നത്. അതുവരെ ഇങ്ങനെ ഈ എക്സ്പെരിമെൻറ്റ്സ് ആണ്, പല എക്സ്പെരിമെൻറ്റ്സ് ആണ്. ദാറ്റ്സ് ഓക്കെ. ഞാൻ പറയുന്നത് അവസാനത്തെ ഒരു അരമണിക്കൂറാണ് ശരിക്കും നമുക്കൊരു സിനിമ കണ്ടു എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാകുന്നത്. ഇതിനകത്ത് കാസ്റ്റിംഗ് വളരെ നല്ലതാണ്. ഇന്ദ്രൻസിനെ പ്ലേസ് ചെയ്തിരിക്കുന്നതും ഹനറജി കോഷിയെ പ്ലേസ് ചെയ്തിരിക്കുന്നതും മിഥുൻ ഇംദാസിനെ പ്ലേസ് ചെയ്തിരിക്കുന്നതും ഒക്കെ കറക്റ്റ് സ്ഥലങ്ങളിലാണ്. എസ്പെഷ്യലി ഇന്ദ്രൻസിൻ്റെ ആ റോള് വീണ്ടും ആ ഇൻ്റലിജൻസ്, ആ റിനോയ് കല്ലൂർ ഇൻ്റലിജൻസ് ഇറ്റ് ഷൈൻസ് ത്രൂ. കാരണം എനിക്ക് പുള്ളി നേരിട്ട് പരിചയമൊന്നുമില്ലല്ലോ, ഞാൻ ആദ്യമായിട്ടാണ് പുള്ളിയുടെ പേര് തന്നെ കേൾക്കുന്നത്. പക്ഷെ ഞാൻ ഈ സിനിമയിൽ നിന്ന് കണ്ടതുകൊണ്ട് പറയുമാണ്, ഐ തിങ്ക് ഈസ് എൻ ഇൻ്റലിജൻറ്റ് ഗൈ റിനോയ് കല്ലൂർ. അദ്ദേഹം ഈ ഇന്ദ്രൻസിൻ്റെ പ്ലേസ്മെൻറ്റ്, അതായത് ഒരു റൊണാൾഡോ ചിത്രം എന്ന് പറയുന്ന ഈ സിനിമയുടെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ക്ലൈമാക്സ് ആണ്. ആ ഒരു ക്ലൈമാക്സ്, ആ ഒരു ലാസ്റ്റത്തെ ഒരു 5 മിനിറ്റ് ഏത് മലയാളം ബിഗ് ബഡ്ജറ്റ് കമേഴ്ഷ്യൽ സിനിമയ്ക്കും ഉതകുന്ന അല്ലെങ്കിൽ യോജിച്ച ഒരു ക്ലൈമാക്സ് തന്നെയാണ്. അത് ഈ ഒരു പടത്തിന് മാത്രമൊന്നുമല്ല, ഇങ്ങനെ ഒരു ചെറിയ പടത്തിന് മാത്രമൊന്നുമല്ല, ഏതൊരു ബിഗ് ബഡ്ജറ്റ് കമേഴ്ഷ്യൽ മലയാളം മെയിൻ സ്ട്രീം മൂവിക്കും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് ആണ് ഇതിൻ്റെ ക്ലൈമാക്സ്. അതിൽ റിനോയ് കല്ലൂരിന് അഭിമാനിക്കാം. എനിക്ക് തോന്നുന്നു മലയാള സിനിമയ്ക്ക് നല്ലൊരു നവാഗത സംവിധായകനെ കൂടെ കിട്ടിയിട്ടുണ്ട്. പുള്ളി ഇനിയും നല്ല പ്രോജക്ട്സ് കിട്ടുവാണെങ്കിൽ പുള്ളി വിൽ ഷൈൻ ത്രൂ എന്ന് ഏകദേശം എനിക്ക് ഉറപ്പാണ്. പക്ഷേ ഈ പടത്തിന് 3 out of 5. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.